എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു തരി പോലും കയ്പില്ലാത്ത നല്ലൊരു നാരങ്ങ അച്ചാറാണ്. ഈ ഒരു നാരങ്ങ അച്ചാറിന്റെ പാചകം വളരെ സിമ്പിളാണ്. ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതും. നമ്മുടെ എല്ലാ വീടുകളിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അച്ചാറെങ്കിലും ഉണ്ടാകും. ഇനിയിപ്പോ ബിരിയാണിയുടെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാനും നല്ല കഞ്ഞിയോടൊപ്പം സെർവ് ചെയ്യാനും ഇത് തന്നെ മതിയാകും. ഇന്നത്തെ നമ്മുടെ ഈ ഒരു അച്ചാർ തയ്യാറാക്കി നല്ലെണ്ണയിലോ വെളിച്ചെണ്ണയിലോ അല്ല. ഈ ഒരു എണ്ണ കൊണ്ട് അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് കാലത്തേക്ക് ഒരു കേടുപാടും കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. നമുക്കിനി നാരങ്ങ അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ നാരങ്ങ കഴുകി ഇതിന്റെ വെള്ളം എല്ലാം തുടച്ചു വെച്ചിരിക്കുവാണ്. അച്ചാർ തയ്യാറാക്കുമ്പോൾ ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്നതിനായിട്ട് നാരങ്ങ കഴുകിയെടുക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാതെ വേണം കഴുകിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ നാരങ്ങ ഒന്ന് വാട്ടിയെടുക്കണം. നാരങ്ങ വാട്ടിയെടുക്കാനായിട്ട് ആവി വരുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നാരങ്ങ ഒന്ന് വെന്ത് വരട്ടെ. അതിനായിട്ടൊന്ന് മൂടി വേവിച്ചെടുക്കാം. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ നാരങ്ങ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഓവറായിട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇതുപോലെ ഒന്ന് തോലൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതിയാകും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നാരങ്ങ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലെ ആവി വെള്ളം മുഴുവനും തുടച്ച് ഇത് 4 പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. നാരങ്ങ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കല്ലുപ്പും കൂടി ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാരങ്ങ ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം അച്ചാറിന് ആവശ്യമായ 3 ബോൾ വെളുത്തുള്ളി, 9 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി. നമ്മൾ ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കുന്നില്ല. പകരമായിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ 9 പച്ചമുളക് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. നമ്മളിന്ന് ഇത് കട്ട് ചെയ്തിട്ടല്ല ചേർക്കുന്നത്. മിക്സിയുടെ ജാറിലിട്ട് ഒതുക്കി എടുത്തിട്ടാണ് നമ്മളിത് അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത്. അങ്ങനെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി അച്ചാർ തയ്യാറാക്കി എടുക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിന്ന് അച്ചാർ തയ്യാറാക്കി എടുക്കാനുള്ള എണ്ണ ഉപയോഗിക്കുന്നത് കടുകെണ്ണയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കൈവശം ഏത് എണ്ണയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ചിട്ട് അച്ചാർ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുന്നുണ്ട്. കടുക് ഇപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽ മുളക് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ചതച്ച ചേരുവകൾ ചേർക്കാം. ഇനി ഇത് നല്ലോണം മൊരിയിച്ചെടുക്കാം. വെളുത്തുള്ളിയൊക്കെ നല്ല മെറൂൺ കളറിലേക്ക് ആയി വരണം. കടുകെണ്ണയിൽ അച്ചാർ തയ്യാറാക്കുവാണെങ്കിൽ ഒരുപാട് കാലത്തേക്ക് കേടാവാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് അച്ചാർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയും കടുകെണ്ണ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഈ ഒരു അറിവും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നല്ല പോലെ ഒന്ന് മുരിഞ്ഞു വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ല പോലെ ഒന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇതേ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം. കൂടെ തന്നെ 2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം ഒന്നുകൂടെ ഇളക്കി മുരിയിച്ചെടുക്കാം. മുളക് പൊടിയൊക്കെ നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ കഷ്ണങ്ങൾ ചേർക്കാം. നാരങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2.5 സ്പൂൺ അളവിലാണ് വിനാഗിരി ചേർക്കുന്നത്. അതിനുശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കായപ്പൊടി കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് അളവിൽ ചേർത്താൽ മതിയാകും. ഈ സമയത്ത് കായപ്പൊടി ചേർക്കുമ്പോഴാണ് നല്ല സ്മെല്ലൊക്കെ നമ്മുടെ അച്ചാറിന് കൂടുതൽ കിട്ടുന്നത്. ഇനി വേണ്ടത് 1 സ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നാരങ്ങയ്ക്ക് പുളിപ്പുള്ളത് കൊണ്ട് അധികം വിനാഗിരി ചേർക്കേണ്ട ആവശ്യം
ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ ചാറ് ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചാറിയതിനു ശേഷം അച്ചാറിലേക്ക് ചേർക്കാവുന്നതുമാണ്. നല്ലെണ്ണ ചേർത്താണ് അച്ചാർ തയ്യാറാക്കുന്നതെങ്കിൽ അച്ചാറിന്റെ ചൂടൊക്കെ ഒന്ന് ആറി കുപ്പിയിലേക്ക് ആക്കുന്ന സമയത്ത് കുറച്ച് നല്ലെണ്ണ തിളപ്പിച്ചാറിച്ചതിന് ശേഷം അച്ചാർ സൂക്ഷിക്കുന്ന കുപ്പിയുടെ മേലെയായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലത്തേക്ക് അച്ചാർ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കരുത്. ഇനി വീഡിയോ കണ്ടിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ അച്ചാറിൻ്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു അച്ചാർ ഒരു 2 ആഴ്ച കഴിയുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതും. അച്ചാർ തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് പൂപ്പൽ വരാതിരിക്കാനായിട്ട് നമുക്ക് ആവശ്യമായ അച്ചാർ ഒരു ചെറിയ കുപ്പിയിലാക്കി നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴും അച്ചാറിലേക്ക് ഒരു സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാത്തിരിക്കുക.